ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡിൻ്റെയും യൂറോ യൂസിൻ്റെ അതുപോലെ നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസും കൂടെ ഒന്ന് നോക്കാം. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഗോൾഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 466 പ്രോഫിറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. 2 ട്രേഡേഴ്സിൽ 2 টাർഗറ്റ്. ഇത് നോക്കുകയാണെങ്കിൽ 1:3 എന്നൊക്കെ പറയുന്ന ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്, അത്യാവശ്യം ട്രേഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ യൂറോ യൂസ് ഡിയിലാണ് ട്രേഡുകളൊന്നും കിട്ടാതിരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, യൂറോ യൂസ് ഡിയിലായിരുന്നു ഇന്നലെ ട്രേഡുകളൊന്നും കിട്ടാതിരുന്നത്. ഇതിന് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റിയ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഗോൾഡിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡിൽ ഓവറോൾ എന്താണ്, ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ, 50 ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. പിന്നെ 4 ഹവറിൽ സപ്ലൈ സോണിലും കൂടെ മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ചെയ്ത് സെല്ലിനുള്ള സാധ്യതയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫുൾ ട്രെൻഡും റൈഡ് ചെയ്യണമെന്നില്ല, കാരണം ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത മാത്രമേ ഉള്ളൂ, ട്രെൻഡ് കൺഫേം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ചെറിയ ചെറിയ ട്രേഡുകൾ നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ 1:3 ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ 1:3 കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ട്രേഡുകൾ തന്നെ, ഫുള്ള് റൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം 6 കിട്ടുമായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സാധ്യതകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. പിന്നീട് എന്താണ്, ഇന്നത്തെ ദിവസം നോക്കാനായിട്ടോ, ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാനായിട്ട് മൈനർ ട്രെൻഡ് ആണുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സപ്ലൈ സോണിലേക്ക് വന്നതിന് ശേഷം എന്താണ്, ഇതുപോലെ ഡൗൺ സൈഡിലേക്ക് ഒരു 50 മില്യൺ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സെല്ല് നോക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ല, അപ്പോൾ ആ രീതിയിലാണ് ഇന്നലെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ശേഷം വീണ്ടും മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം എന്താണ്, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാം, ലോവർ ടൈം ഫ്രെയിമിന് കൺഫർമേഷൻ നോക്കിയിട്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം മൈനർ ഇൻഡ്യൂസ്മെൻറ്റുകളുടെ ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിലും സെൽ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. എപ്പോഴാണോ ഈ മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് ട്രെൻഡ് കൺഫേം ആവുള്ളൂ, ട്രെൻഡ് സെല്ലിലേക്കുള്ള ഓവറോൾ ട്രെൻഡ് കൺഫേം ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിലൊന്നും ബൈ എൻട്രിക്കുള്ള സാധ്യതകൾ കാണുന്നില്ല. ഓക്കെ അല്ലേ, ഓവറോൾ 4 ഹവറിൽ സപ്ലൈ സോണിലും കൂടെ മിറ്റിഗേറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ബൈയിലേക്ക് നമുക്ക് സാധ്യതകൾ ഇല്ലയെന്ന് പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബൈയിങ്ങിലേക്ക് കുറച്ച് അഗ്രസീവായിട്ട് നോക്കാമായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താണ്, ഇപ്പോൾ നോക്കാൻ പറ്റുന്ന ആകെ ഒരു ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ കൗണ്ടർ ട്രെൻഡ് മാത്രമേ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ, ഇപ്പോൾ ഈ ഒരു ലോയിലേക്ക് വന്നു, നെക്സ്റ്റ് എടുക്കാൻ സാധ്യത ഉള്ളത് 50 മില്ലിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയതുകൊണ്ട് ഡൗൺ സൈഡിൽ ഏതെങ്കിലും ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടാപ്പ് ചെയ്യുവാണെങ്കിലൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു ലോയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ചെറിയ ബൈ എൻട്രി നോക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് വരെ, ഇതിലേക്ക് എത്തിയാലും സെല്ലിലേക്കുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. പിന്നെ മൈനർ ട്രെൻഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സേഫായിട്ട് തന്നെ എൻട്രീസ് നോക്കുക. കുറച്ചും കൂടെ വിസിബിളായിട്ടുള്ള ഇൻഡ്യൂസ്മെൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്താൽ മതി കേട്ടോ. ഓക്കെ അല്ല, ഫസ്റ്റ് നമുക്ക് സെൽ എൻട്രി നോക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലാണ്. ഇതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി മാർക്കറ്റ് സെല്ലിലേക്കല്ല, മാർക്കറ്റ് വന്ന് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്, 50 മില്ലിലെ പുതിയ BOS ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിൽ കിട്ടിയുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് വരുമ്പോഴും കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാം. ഈ ഹൈനെ ബ്രേക്ക് ആണെങ്കിൽ പുതിയൊരു ട്രെൻഡാണ് അപ്പ് സൈഡിലേക്ക് കിട്ടുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഗോൾഡിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ബൈ എൻട്രി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ട്രേഡുകൾ മാത്രം കേട്ടോ, കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ചെറിയ ചെറിയ ട്രേഡുകൾ മാത്രമേ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓവറോൾ സെല്ലിലേക്കുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. പിന്നീട് യൂറോ യൂസ്ഡിൻ്റെ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടെന്ന ലെവൽ ഏതായിരുന്നു നോക്കി, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു 50 മില്ലിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിലായിരുന്നു ബൈ എൻട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അടുത്ത് വരെ വന്നിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തത്. നമുക്കതുകൊണ്ട് അവിടെ പുതിയ ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ട്രെൻഡ് നമുക്കിവിടെ കിട്ടി. ഓക്കെ അല്ലേ, അതിനുശേഷം കിട്ടിയിരുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. ഒരു ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ടായിരുന്നു, ബൈയിങ് സോണും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഇതിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് കയറി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം എൻട്രീസ് നോക്കണമെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഒന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബൈയിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം 1 മില്ലിലെ കൺഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വരുവാണെങ്കിലോ നമുക്ക് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഈ ഒരു ട്രെൻഡ് ഫെയിലായിട്ട് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റിന് അടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റിലോ വെച്ച് നമുക്ക് ബൈ എൻട്രി നോക്കാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാത്രം സെല്ലിലേക്ക് നോക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഓവറോൾ ട്രെൻഡ് ബൈയിങ്ങിലേക്ക് തന്നെ ട്രേഡ്സ് നോക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ, ഇനി ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് മൈനർ BOS ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ബൈയിങ്ങിലെ ലിക്വിഡിറ്റിയിലേക്കോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ മൈനർ ട്രെൻഡായിട്ടാണ് വരുന്നത്. ഇനി മാർക്കറ്റ് ഒന്ന് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു ട്രെൻഡ് കിട്ടും. ഓക്കെ അല്ലേ, പുതിയൊരു BOS കിട്ടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള ബൈയിങ്ങിലേക്കുള്ള ലെവൽസിലൊക്കെ നമുക്ക് എന്താണ്, ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ട് ബൈയിങ്ങിലേക്ക് ട്രേഡ് നോക്കാനും പറ്റും.
ഓക്കെ ആവുന്നില്ല. അപ്പോൾ യൂറോ USDൻ്റെ കാര്യത്തിലും ഇത്രയും തന്നെ വരുന്നുള്ളൂ. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ, നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു 50 മില്യൺ ബൈങ്ങിലേക്കുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് മോർണിംഗ് തന്നെ നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, 50 മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിലെ കൺഫർമേഷൻ കിട്ടി നല്ല ട്രേഡ് ഇവിടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ 1:3 ചെറിയൊരു പോയിന്റത്തിന് 1:3 ARR കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എന്താണ്, സെയിം ഡേയിലെ 5 മില്യൺ ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് കിട്ടിയിട്ടുള്ള ട്രേഡുകളാണ്. ഓക്കെ ആവുന്നല്ലേ, 5 മില്യൺ ലിക്വിഡിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇതിൽ ബൈയിലേക്കും സെല്ലിലേക്കും ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുവാണെങ്കിൽ ഏതാണ് 50 മില്യൺ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ളതും 50 മില്യൺ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ, അതുപോലെ ഇതിലേക്ക് രണ്ടിലേക്കും വരുവാണെങ്കിൽ എന്താണ് നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, അതുപോലെ എന്താണ് ബൈയിങ്ങിലേക്കുള്ള ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളിലുള്ളതൊക്കെ മൈനർ ട്രെൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രത്തോളം നോക്കണമെന്നില്ല. ഓക്കെ അല്ലേ, മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു മേജർ ഹൈ, ഈ ഒരു ട്രെൻഡിലെ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിന് ശേഷം ഒരു പുൾ ബാക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമുക്ക് ബൈയിങ്ങിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ഒന്ന് ബൈയിങ്ങിലേക്ക് ഈ ഒരു ലിക്വിഡിറ്റി, അതുപോലെ തന്നെ സെല്ലിങ്ങിലേക്ക് ഈ 2 ലിക്വിഡിറ്റിയും മാത്രമാണ് ഇന്നത്തെ ദിവസവും മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നീട് എന്താണ് ഇത് രണ്ടും കിട്ടിയില്ലാണെന്നാണെങ്കിൽ സെയിം ഡേയിൽ ഇപ്പോൾ നമ്മളെന്താണ് ഇന്നലെ 50 മില്യൺ ലിക്വിഡിറ്റിയിലൊന്നും ഒറ്റ ട്രേഡല്ലേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം 5 മില്യൺ ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് വരുന്ന 3-4 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സെയിം ഡേയിൽ 5 മില്യൺ ലിക്വിഡിറ്റിക്ക് അനുസരിച്ചും ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ദിവസം വരുന്നത്. പിന്നെ കൂടുതൽ സാധ്യതയും ഗോൾഡിൽ തന്നെയാണ്. ഗോൾഡിൽ മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ എന്തായാലും സേഫായിട്ട് തന്നെ ട്രേഡുകൾ നോക്കുക. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അറിയിക്കാം കേട്ടോ.